അങ്ങനെ അർജന്റീന സ്പെയിൻ കലാശപ്പോരിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ ഒരു വിചാരിച്ച ഒരു പോരാട്ട വീര്യത്തിലേക്ക് ഉയർന്നില്ലേ എന്നുള്ളൊരു സംശയം തോന്നിക്കുന്ന ആദ്യ പകുതി എന്ന് പറയാം. മത്സരത്തിന്റെ തുടക്കത്തിൽ ഏതായാലും രണ്ട് ടീമുകളും അല്പം പേടിച്ചു കളിച്ചു, പേടിച്ചു കളിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പരസ്പര ബഹുമാനത്തോടെ കളിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നീട് ഒരു 15 മിനിറ്റിന് ശേഷം സ്പെയിൻ കാലുകളിലേക്ക് പന്ത് കൊണ്ടുവരുന്നു, അവർ കളം പിടിക്കുന്ന കാഴ്ച. പക്ഷേ അവസാനം ഒരു 5 മിനിറ്റിലേക്ക് വരുമ്പോൾ ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ അർജന്റീനയും കാണിക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ലയണൽ മെസ്സി റൈറ്റ് വിങ്ങിലേക്ക് മാറിക്കളിക്കുന്നു. അതുവരെ ഒരു നിഴൽ പോലെ ലയണൽ മെസ്സിക്കൊപ്പം തന്നെ റോഡ്രി ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് കളി കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ലയണൽ മെസ്സിയുടെ ഭാഗത്തുനിന്ന് അർജന്റീനയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി വരുന്നു. ഏതായാലും അർജന്റീനയുടെ ഡിഫൻസീവ് ഷേപ്പും ആ രീതിയിൽ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെ ഗംഭീരമായിട്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതിനിടയിൽ ഏതായാലും എമിലിയാനോ മാർട്ടിനസിന്റെ നല്ല സേവുകളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ ഏതായാലും മധ്യനിരയിൽ കളി പിടിക്കാനും അതുപോലെ അതിവേഗ ചെറിയ പാസുകൾ കൊടുത്തു മുന്നേറാനും അവരുടെ പതിവ് ശൈലിയിൽ തന്നെ പൊസിഷൻ വിട്ടുകൊടുക്കാതെ മുന്നേറാനുള്ള ഒരു ശ്രമം തന്നെ നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുമ്പോൾ ഒരു ഫൈനലിൽ പ്രത്യേകിച്ച് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അർജന്റീനയെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാം എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ബോൾ പൊസിഷനായാലും കംപ്ലീറ്റഡ് പാസുകളായാലും എല്ലാം നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പക്ക എഡ്ജ് തന്നെ. ഇപ്പോൾ ബോൾ പൊസിഷനിലേക്ക് നോക്കുമ്പോൾ 65-35 ഏറെക്കുറെ നേരെ ഇരട്ടിയാണ് വരുന്നത്. പാസുകളിലേക്ക് നോക്കുമ്പോൾ 170-300 വരുന്നത്, അതും ഏറെക്കുറെ ഇരട്ടിയിലേക്കാണ് വരുന്നത്. സ്പെയിൻ തങ്ങളുടെ ആ ഒരു ടിക്കിടാക്ക വേർഷൻ 2.0 കൃത്യമായിട്ട് കളിക്കളത്തിൽ നടപ്പിലാക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും അവരുടെ ഷേപ്പ്, അതായത് 4-1-2-3 എന്ന ഒരു ഷേപ്പ് പൊട്ടിക്കാതെ സ്പെയിൻ കളിച്ചു. പ്രത്യേകിച്ച് അർജന്റീന കൗണ്ടറിന് ശ്രമിക്കുന്ന സമയത്ത് പോലും 4-2-3-1 എന്നുള്ള അവരുടെ ഒരു ഷേപ്പ് പൊട്ടിക്കാതെ കളിച്ചു എന്നുള്ളതാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറുവശത്ത് അർജന്റീനയുടെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് 43-ാം മിനിറ്റിൽ തന്നെ അവരുടെ സെൻട്രൽ ബാക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് പുറത്തു പോകുന്ന കാഴ്ച കണ്ടു. പിന്നീട് വന്നത് നിക്കോളാസ് ഓട്ടമന്റിയാണ്. ഓട്ടമന്റിക്ക് എത്രത്തോളം ഇനി അങ്ങോട്ട് ഒരു 45 മിനിറ്റോളം ആ ഒരു എനർജിയിൽ സ്പിരിറ്റോടെ കളിക്കാൻ കഴിയുമോ എന്നുള്ള സ്പിരിറ്റ് ഉണ്ടാവും. ആ ഒരു എനർജിയിൽ പ്രത്യേകിച്ച് വേഗക്കാരായ സ്പെയിനിന്റെ താരങ്ങളെ യമാലിനെ അടക്കം കൂട്ടാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. നല്ലൊരു ഫിനിഷറുടെ അഭാവം സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് ഇന്നും കണ്ടു. കാരണം ഒയർസബാലിനൊക്കെ കിട്ടിയ ഒരു അവസരം നല്ലൊരു ഷോട്ടായി ഉതിർക്കാൻ, അതൊരു കൺവേർട്ട് ചെയ്യാൻ ഏതായാലും സ്പെയിനിന് കഴിയുന്നില്ല. ഒയർസബാലിന് പകരം മറ്റൊരു താരമായിരുന്നു എങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന സ്പാനിഷ് ആരാധകർ. പക്ഷേ ഏതായാലും തങ്ങൾക്ക് കഴിയുന്നത് പോലെ തന്നെ അവർ കളിക്കുന്നുണ്ട്. നോക്കൂ, ഇതുവരെയുള്ള ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ ഇതുവരെ അർജന്റീന 45 മിനിറ്റ്, അതായത് 45 മിനിറ്റും പിന്നീട് ഹൈഡ്രേഷൻ ബ്രേക്കിന്റെ സമയം ഒഴിച്ചു നിർത്തിയാൽ ഒരു 4 മിനിറ്റ് അധികവും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ആ ഒരു സമയത്തും ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലേക്ക് എന്നല്ല, ഷോട്ട് ഉതിർക്കാനേ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറുവശത്ത് സ്പെയിന് 3 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ തന്നെ 2 ലമീൻ യമാലിന്റേതുണ്ടായിരുന്നു. മികച്ച ട്രൈ തന്നെയായിരുന്നു. ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലിൽ തട്ടിയ ഒരു എഡ്ജായിരുന്നു അത്. പക്ഷേ അത് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് കൃത്യമായിട്ട് തന്നെ സേവ് ചെയ്യുന്ന കാഴ്ച കണ്ടു. എമിലിയുടെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത് കൃത്യമായിരുന്നു ഇന്ന് ബോക്സിൽ നിന്നുള്ളത്. മറുവശത്തെ ഉനായ് സൈമൺ ആവട്ടെ കുറെ കൂടി പുറത്തേക്ക്, പതിവ് പോലെ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്വീപ്പ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മളത് ഫ്രാൻസിനെതിരെയും കൃത്യമായി കണ്ടതാണ്. എംബാപ്പയുടെ ഒരു ബോള് ഇവിടെ നോക്കുമ്പോൾ ലയണൽ മെസ്സിയിൽ നിന്നാണ് ആ ബോള് സ്വീപ്പ് ചെയ്ത് പോകുന്നത്. രണ്ട് സൂപ്പർ സ്റ്റാറുകളിലെ കാല് സ്വീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഉനായ് സൈമൺ കണ്ടു. വളരെ കോൺഫിഡൻസ് ആണ്. പക്ഷെ അതാണ്, അത് ഏത് നിമിഷം വേണമെങ്കിലും അത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അത് സ്വീപ്പ് ചെയ്യുന്ന ബോള് അർജന്റീന താരങ്ങളുടെ കാലിലേക്ക് തന്നെയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ലോങ് റേഞ്ചർ പോസ്റ്റിലേക്ക് തീർത്തു കഴിഞ്ഞാൽ അത് ഗോളാവും. നിർണായകമായ ഒരു ഗോൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. കാരണം ഇപ്പോ ഒരു പൊസിഷൻ നോക്കിയാൽ സെൻട്രൽ ഒരു മധ്യവരയ്ക്ക് അടുത്തു തന്നെയാണ് സ്പെയിനിന്റെ ഡിഫൻഡേഴ്സ് നിൽക്കുന്നത്. നോക്കൂ, കുക്കുറയ എന്ന പ്ലെയർ ശരിക്ക് സ്ട്രൈക്കർ ആണോ എന്നുള്ള രീതിയിൽ തന്നെ കളിക്കുന്നത് കാണാം. നമുക്ക് ഇടതു വിങ്ങിൽ നിന്ന് കുക്കുറയ നിരന്തരം ആക്രമണങ്ങളാണ്. 2 വിങ്ങർമാരും വിങ് ബാക്ക് അല്ല, ശരിക്ക് സ്ട്രൈക്കർമാരുടെ പൊസിഷനിലാണ് കളിക്കുന്നത്. അതായത് പെഡ്രോ പോറോ ആയിക്കോട്ടെ, മാർക്ക് കുക്കുറേ ആയിക്കോട്ടെ, രണ്ടും ഗംഭീരമായിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. കുക്കുറേ ഒരിക്കലും സ്ട്രൈറ്റ് ആയിരിക്കില്ല. കുക്കുറയുടെ ആക്രമണം എന്ന് പറയുന്നത് അദ്ദേഹം വെർട്ടിക്കലായിട്ട് ഡയമണ്ട് ഷേപ്പിലെല്ലാം കൃത്യമായിട്ട് പോകുമെന്ന് നമ്മൾ മത്സരത്തിന് മുന്നേ പറഞ്ഞു. അത് കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്. ഒപ്പം തന്നെ 2 താരങ്ങൾ കുക്കുറയ്ക്കൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പേര് തന്നെയാണ് റോഡ്രി. നമ്മൾ കുറെ മത്സരങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ്രി കൃത്യമായി എവിടെ നോക്കിയാലും, അതായത് ഫൈനൽ തേർഡ് ആയിക്കോട്ടെ, ഹാഫ് സ്പേസിലായിക്കോട്ടെ, മിഡ്ഫീൽഡിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, റോഡ്രി എല്ലായിടത്തുമുണ്ട്. മെസ്സിക്ക് പിന്നാലെ കൃത്യമായി ഒയർസബാലിനെ നമുക്ക് അവിടെ ഒരു ഫ്രണ്ട് ലൈനിലേക്ക് നോക്കുമ്പോൾ ഒയർസബാലിനെ കാണാം. അദ്ദേഹം ഇറങ്ങി വന്ന് കളിക്കുന്നു. ആ സ്പേസിൽ ഡാനിയലും മുന്നോട്ട് പോകുന്നു. ഒപ്പം റോഡ്രി ലിറ്ററലി നിഴല് പോലെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, കൃത്യമായിട്ട് തന്നെ മെസ്സിക്കൊപ്പം തന്നെയുണ്ട്.
അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഒരു 75 മിനിറ്റിന് ശേഷമാണ് മെസ്സി മിഡിൽ നിന്ന് ഒരു റൈറ്റ് ഫ്ലാങ്കിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇത് ആദ്യ പകുതിയിൽ തന്നെ മെസ്സി റൈറ്റ് ഫ്ലാങ്കിലേക്ക് തിരികുകയാണ്. റോഡ്രിയിൽ വെട്ടിച്ചൊഴിയാനും കൂടിയാണത്. ഈ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം രണ്ടാം പകുതിയിലെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് ലയണൽ മെസ്സിയുടെ ഒരു പൊസിഷൻ ചേഞ്ച് സാധാരണ കണ്ടുവരുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് ആദ്യ പകുതിയിൽ തന്നെ പൊസിഷൻ മാറേണ്ടി വരുന്നു. അതിന് മാർക്ക് കൊടുക്കേണ്ടത് റോഡ്രിക്കാണ്. റോഡ്രി അദ്ദേഹത്തെ ലയണൽ മെസ്സിയെ അങ്ങോട്ടേക്ക് മാറ്റി എന്ന് പറയണം. പക്ഷേ സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്പെയിൻ ഇപ്പോൾ കളിക്കുന്ന ഒരു കളി എന്ന് പറയുന്നത് ശരിക്ക് ഇരുതല മൂർച്ചയുള്ള ഒരു വാളുകൊണ്ടുള്ള കളി എന്ന് പറയാം. ആക്രമണത്തിന് മൂർച്ചയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെ ഡിഫൻസ് പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് എതിരാളികളായി നിൽക്കുന്നത് അർജന്റീനയാണ്. അർജന്റീനയ്ക്ക് ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരു താരം അവിടെയുണ്ട്. ഇനിയിപ്പോൾ ആൽവരസിനെ പോലെയുള്ള ഒരു താരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രൈക്കർമാരുള്ളത് കൊണ്ട് തന്നെ ഒരു ഗോൾ വീഴാനുള്ള സാധ്യത കൂടിയാണ്. നമുക്ക് ആരാധകരിലേക്ക് നമുക്ക് കോഴിക്കോട് ശരത് നമ്മളോട് കൂടെ ചേരുകയാണ്. ശരത്, എന്താണ് കോഴിക്കോട് ഒരു ആവേശം? ഒരു ആദ്യ പകുതി പിന്നിടുമ്പോൾ എന്താണ് കോഴിക്കോട് എന്നുള്ള പ്രേക്ഷകർ പറയുന്നത്? ആദ്യ പകുതി പിന്നിടുമ്പോൾ അർജന്റീന ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവരുടെ കൂടി പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് തേടാം. ആദ്യ പകുതി എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, അതിന്റെ ആവശ്യമില്ല, ലാസ്റ്റിലേക്ക് വന്നോളൂ. ഞങ്ങൾ പണ്ടേ അവസാന നിമിഷമാണ് പ്രതീക്ഷ. അതെ അതെ അതെ. ആദ്യ പകുതി പ്രതീക്ഷിച്ച പോലെ വന്നോ? കുറച്ച് കുറവായിരുന്നു. പേര് കുറച്ചുകൂടി നന്നായി പേടി ഒരു പേടിയില്ല, ഈ ടീമിന് ഒരു പേടിയില്ല. ബാക്കോട്ട് പോയാലേ ബ്രസീല്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, അർജന്റീന ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. വേണമെങ്കിൽ ഒളിച്ചോടിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറമൊക്കെ ഇരിക്കണേ. സ്പെയിനിന് നല്ല ടീമാണ്. ബ്രസീലൊക്കെ ഇപ്പം സ്പെയിനിന്റെ കൂടെ, സ്പെയിനിന്റെ കൂടെയാണ്. അതിന്റെ കൂടെ ഇവിടെ സ്പെയിനിന്റെ ആരാധകരുടെ കൂടി ഒരു പ്രതികരണം തേടാൻ തോന്നുന്നു. സ്പെയിന് പ്രതീക്ഷിച്ച പോലെ തന്നെ കളിക്കുന്നുണ്ടല്ലേ? എങ്ങനെ മത്സരത്തെ എങ്ങനെ കാണുന്നത്? സ്പെയിൻ്റെ കളി നന്നായിട്ട് കളിക്കുന്നുണ്ട്. സ്പെയിൻ ജയിക്കുമെന്ന പ്രതീക്ഷ. ഫസ്റ്റ് ഹാഫ് നോക്കുമ്പം അത്യാവശ്യം ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷനൊക്കെ നോക്കുമ്പം സ്പെയിനാണ് കൂടുതൽ. പിന്നെ ചെറിയ ചെറിയ മിസ്പാസുകൾ സ്ലോപ്പി ആയി കളിക്കുന്നുണ്ട്. അത് മാത്രമുള്ള പോരായ്മയായിട്ട് തോന്നിയത്. അർജന്റീന എപ്പോഴും അവസാന മിനിറ്റിലാണ്. കഴിഞ്ഞ മത്സരങ്ങൾ നോക്കിയാൽ 80-ാം മിനിറ്റിലൊക്കെയാണ് ഒരു കുതിച്ച് കയറ്റം നടത്തുന്നത്. അത്തരത്തിൽ പേടി. അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ കൂടുതൽ പൊസിഷൻ അവർക്ക് വിട്ടുകൊടുക്കാതെ നോക്കാം. പിന്നെ കൂടുതൽ ഡിഫെൻസീവായിട്ട് കളിക്കുക. എന്നാലും നമ്മൾ കാര്യം ജയിക്കുമെന്ന് വിശ്വസിക്കും. അതായത് മത്സരം കണ്ട അർജന്റീനയുടെ ആരാധകരാണെങ്കിലും സ്പെയിൻ്റെ ആരാധകരാണെങ്കിലും വലിയ ആവേശത്തിലല്ല എന്നുള്ളതാണ്. സ്പെയിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബോൾ പൊസിഷനൊക്കെ നോക്കി മികച്ച കളി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫിനിഷിംഗ് ഇല്ല എന്നുള്ളൊരു പരാതി സ്പെയിൻ ആരാധകർക്കുണ്ട്. പക്ഷേ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം വേണ്ട രീതിയിൽ മികച്ചൊരു പ്രകടനം ഈ ഘട്ടത്തിൽ ആദ്യ പകുതിയിൽ ഉണ്ടായില്ല എന്നുള്ളത് കുറച്ച് നിരാശപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എന്നിരുന്നാലും ആദ്യ പകുതിക്ക് ശേഷം നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അർജന്റീന പെർഫോം ചെയ്തത് അവസാന നിമിഷത്തേക്കാണ്. ആ ഒരു തിരിച്ചുവരവാണ് എന്തായാലും ആരാധകരെ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കൂടുതൽ ആളുകളുടെ കൂടി പ്രതികരണം തേടാം. എങ്ങനെയാണ് മത്സരത്തെ വിലയിരുത്തി? സ്കോർ 2-1. സ്പെയിന് 2 അടിക്കും. 1-0. ആദ്യ പകുതിയിൽ വേണ്ട രീതിയിൽ ആരും പെർഫോം ചെയ്തിട്ടില്ല. സെയിമാണ് പോകുന്നത്. എന്നാലും അർജന്റീന ഗോൾ അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും. പേടിയുണ്ടോ? ഒരു പേടിയുമില്ല. ആരാധകർക്ക് പേടിയില്ലാതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലിയ ആവേശം പൊതുവിൽ കാണാനില്ല. ആദ്യ പകുതി കുറച്ച് നിരാശകരമായി അർജന്റീന ആരാധകർക്ക് തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ എന്തായാലും അവസാന നിമിഷം വരുന്ന തിരിച്ചുവരവാണ്. എങ്ങനെയാണ് കളി കണ്ടില്ലേ? സ്പെയിന് മികച്ച കളിയാണ് മുന്നോട്ടാണ് നടത്തിയത്. അർജന്റീന വളരെ ബാക്കോട്ടാണ്. ടീമിന്റെ ഏത്? ഞാൻ ബ്രസീലിന്റെ ആരാധകനാണ്. കളി എല്ലാവരും ബ്രസീലുകാരും മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ ആരാധകരും സ്പെയിൻ്റെ കളിയിൽ വലിയ ആകാംക്ഷ, പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.